Good morning. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ഭാഗം ചാപ്റ്റർ ആണ് തുടങ്ങിയത്. ഓപ്പറേറ്റിംഗ് മെത്തേഡ്സ് എല്ലാം എടുത്തോണ്ടിരിക്കുന്നേ. The three fundamental components of community operation. അവിടെ വരെയാണോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്? ഓക്കെ, ശരി. അവിടെ വരെ വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് മെത്തേഡ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓപ്പറേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ എല്ലാ പ്രദേശങ്ങളിലെയും അല്ലെങ്കിൽ എല്ലാ ആസ്പെക്ടുകളിലെയും ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്, എല്ലാ വശങ്ങളിലെയും ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങള് ഈ ഒരു ഓപ്പറേറ്റിംഗ് മെത്തേഡുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ഓപ്പറേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു പ്രവർത്തന ബന്ധം നിലനിർത്തണമെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള 3 കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കർ. അവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സം ഓപ്പറേഷൻസ് ഓഫ് ഇംപ്രൂവിംഗ് ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഇൻ ദ കമ്മ്യൂണിറ്റി ലെവൽ. ഒരു കമ്മ്യൂണിറ്റി ലെവലില് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റി ലെവലില് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും? ഫസ്റ്റ് വൺ ആണ് എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഈസ് ദ ബേസിസ് ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ. അല്ലെ, എപ്പോഴും നമുക്കറിയാം നല്ലൊരു ഹൈ ക്വാളിറ്റി, ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ഒരു രോഗി പരിചരണം നൽകുക എന്ന് പറയുന്നത് ഒരു പബ്ലിക് റിലേഷന്റെ ഒരു അടിസ്ഥാനമാണ്. ശരിയല്ലേ? നല്ലൊരു ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണങ്ങൾ കിട്ടുമ്പോൾ അതിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? ഏതൊരു ഹോസ്പിറ്റലിനെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു നല്ല പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ നല്ല കമ്മ്യൂണിറ്റി റിലേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം വരുന്ന ഓരോ പേഷ്യൻസുകൾക്കും അല്ലെങ്കിൽ രോഗികൾക്കും നൽകുക എന്നുള്ളത്. അല്ലെങ്കിൽ രണ്ടാമത്തേത് സഫിഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റി വിത്ത് ഗുഡ് ഫങ്ഷണൽ ലേഔട്ട്, മതിയായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത്. വെയിറ്റിംഗ് റൂം വിത്ത് ബെഞ്ചസ് ഓർ ചെയർസ്, water, refreshment facility in the outpatient department. നമുക്കറിയാം നമ്മള് കൺസൾട്ടേഷന് വേണ്ടി ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഡോക്ടേഴ്സിനെ കാണാൻ ചെന്നിരിക്കുന്ന സമയത്ത് നമുക്ക് വെയിറ്റിംഗ് റൂമുകൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് തരാം. ആവശ്യമായിട്ടുള്ള ബെഞ്ചസും ചെയർസും കാര്യങ്ങളും ഒക്കെ വെച്ച് നമുക്ക് വെയിറ്റിംഗ് റൂമുകൾ സെറ്റ് ചെയ്ത് തരാം, വാട്ടർ ഫെസിലിറ്റി തരാം, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റീസ് തരാം. ഇത്തരത്തില് ഒക്കെ നമുക്ക് തരും. അത്തരത്തിലുള്ള ഭൗതിക സൗകര്യങ്ങൾ തരുമ്പോഴും അതിലൂടെയും നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? പറ്റുമോ? 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തേത് നല്ലൊരു പബ്ലിക് റിലേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പേഷ്യൻസിന് ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണങ്ങൾ നൽകുക എന്നതിലൂടെയാണ്. രണ്ടാമത്തത് പറഞ്ഞത് അവർക്ക് മതിയായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ള ഇടങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പേഷ്യൻസ് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അത്തരം വെയിറ്റിംഗ് റൂമുകളില് മതിയായിട്ടുള്ള ബെഞ്ചസ്, ചെയർസ്, അതുപോലെ തന്നെ വാട്ടർ ഫെസിലിറ്റീസ്, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി മുതലായവയൊക്കെ കൊടുക്കുക. അത്തരത്തില് ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിലൂടെയും നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് കമ്മ്യൂണിറ്റിയുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ്, മേക്കിംഗ് അതേഴ്സ് ഹാപ്പി വൺ മസ്റ്റ് ബി ഹാപ്പി ഹിംസെൽഫ്. നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ നമ്മൾ സ്വയം സന്തോഷവാന്മാരായിരിക്കണം. വേണ്ടേ? നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ വൺ മസ്റ്റ് ബി ഹാപ്പി ഹിംസെൽഫ്. അവർ സ്വന്തം സന്തോഷവാന്മാരായിരിക്കണം. അപ്പൊ അത് ആരുദ്ദേശിച്ച് ഇവിടെ പറയുന്നത്?
അവിടുത്തെ എംപ്ലോയീസിന് അല്ലെ. ഗുഡ് മൊറൈൽ ഓഫ് വർക്കേഴ്സ് നോട്ട് ഓൺലി ഇംപ്രൂവ്സ് എഫിഷ്യൻസി but workers with high morale work in a positive manner with one another and also with patients in the community. അപ്പൊ എപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാര് വളരെ നല്ല രീതിയിൽ നല്ല മനോവീര്യമുള്ള നല്ല കോൺഫിഡൻസോട് കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് അവരുടെ കാര്യക്ഷമത മാത്രമല്ല വർദ്ധിപ്പിക്കുന്നത്, എന്താണ് അവരെ മറ്റുള്ളവരോട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോടും ഒരു നല്ല പോസിറ്റീവായ രീതിയിൽ അവർക്ക് ബിഹേവ് ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഓരോ പേഷ്യൻസിനോടും ഇതേ രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അവരോട് പെരുമാറാനും അവരെ കൈകാര്യം ചെയ്യാനും നല്ലൊരു എംപ്ലോയിക്ക് ഗുഡ് മൊറയിലുള്ള നല്ല മനോവീര്യമുള്ള എംപ്ലോയീസിന് സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തില് അവരുടെ പെരുമാറ്റത്തിലൂടെയും അവരുടെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനത്തിലൂടെയും നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നാലാമത്തെ പോയിന്റ്, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് എഫക്റ്റീവ് കോർഡിനേഷൻ എമംഗ് ഓൾ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അതർ സപ്പോർട്ടീവ് സർവീസസ് അറൈസ് ഫ്രം good administration, organization structure, policies, procedures and authority and responsibility should be clearly understood by each staff. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് എഫക്റ്റീവ് കോർഡിനേഷൻ, അവിടുത്തെ ആ ഒരു പ്രവർത്തനപരമായിട്ടുള്ള നല്ലൊരു കാര്യക്ഷമതയും നല്ലൊരു വളരെ നല്ല രീതിയിലുള്ള ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു ഏകോപനവും ഒക്കെ കൊണ്ടുവരണമെങ്കിൽ among all clinical departments and other supportive services arising from ഗുഡ് അഡ്മിനിസ്ട്രേഷൻ, നല്ലൊരു ഭരണത്തിലൂടെയും നല്ലൊരു ഓർഗനൈസേഷണൽ ഘടനയിലൂടെയും നല്ല നല്ല പോളിസികൾ അതുപോലെ പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങൾ എന്നിവയിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ഒരു ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടീവ് സർവീസുകളായിക്കോട്ടെ ക്ലിനിക്കൽ സർവീസുകളായിക്കോട്ടെ എല്ലാം നല്ലൊരു കാര്യക്ഷമമായ രീതിയിൽ കോർഡിനേറ്റഡ് ആയ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കണം അല്ലേ. ഒരു പേഷ്യന്റ് ചെല്ലുമ്പോ ആ പേഷ്യൻസിന് ഒരിക്കലും ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക, ശരിയല്ലേ? ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണോ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക? അല്ല അല്ലെ. അവർക്ക് പല പല ഡിപ്പാർട്ട്മെന്റുകളെയും സഹകരണം ആവശ്യമായി വരില്ലേ? എങ്കിലാണ് ആ വരുന്ന പേഷ്യൻസിന് എല്ലാ രീതിയിലുമുള്ള നല്ല ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നല്ല കെയർ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള പരിചരണങ്ങൾ നൽകണമെങ്കിൽ അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ സപ്പോർട്ടീവ് സർവീസുകളും ഒരുപോലെ കോർഡിനേറ്റഡ് ആയിട്ട് നിന്ന് പ്രവർത്തിക്കണം വേണ്ടേ? സോ അത്തരത്തില് വളരെ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും മറ്റ് സപ്പോർട്ടീവ് സർവീസുകളും ഒരുമിച്ച് കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അത് എന്ത് വേണം? അവിടെ നല്ലൊരു ഭരണം വേണം അല്ലെ. നല്ലൊരു ഗുഡ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം, നല്ലൊരു ഓർഗനൈസേഷണൽ ഘടന അവിടെ ഉണ്ടായിരിക്കണം, നല്ല നല്ല പോളിസികളും പ്രൊസീജിയേഴ്സും അവിടെ ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെയും സപ്പോർട്ടീവ് സർവീസുകളിലേക്ക് ഒരുമിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട് വരുന്ന പേഷ്യൻസിന് വളരെ ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി നൽകാനായിട്ട് സാധിക്കും. Authority and responsibility should be clearly understood by each staff. അതോടൊപ്പം തന്നെ ഓരോ സ്റ്റാഫുകൾക്കും അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ അധികാരവും എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും ഉണ്ടായിരിക്കണം വേണ്ടേ? ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തില് കമ്മ്യൂണിറ്റിയിലെ ഒരു ഹോസ്പിറ്റലിന് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ? എന്താണ് ഒരു നല്ല ഗുഡ് പബ്ലിക് റിലേഷൻ ഒരു ബേസിസ് എന്താണെന്നാ പറഞ്ഞത്? എന്താണ്? ഒരു ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ അല്ലെ, ഒരു ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണങ്ങൾ നൽകുന്നതിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടാമത്തത് മതിയായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ കൊടുക്കുക. ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വെയിറ്റിംഗ് റൂമുകളിലാണെങ്കിലും ബെഞ്ചസ് ചെയർസ് മതിയായിട്ടുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുക, വാട്ടർ ഫെസിലിറ്റീസ് കൊടുക്കുക, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റീസ് കൊടുക്കുക, ഇത്തരത്തിലുള്ള ഭൗതിക സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കുക. മൂന്നാമത്തത് എപ്പോഴും മേക്കിംഗ് അതേഴ്സ് ഹാപ്പി വൺ മസ്റ്റ് ബി ഹിംസെൽഫ് ഹാപ്പി, ഹാപ്പി ഹിംസെൽഫ് എന്നാ പറയുന്നത്. അതായത് അവിടുത്തെ എംപ്ലോയീസ് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, നല്ലൊരു മനോവീര്യത്തോടു കൂടി നല്ലൊരു
കോൺഫിഡൻസോട് കൂടി പ്രവർത്തിക്കുകയും അതിലൂടെ അവരുടെ കൂടെയുള്ള കൊളീഗ്സുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് പോകാനായിട്ട് അവർക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ള പേഷ്യൻസിനോടാണെങ്കിലും നല്ല രീതിയിൽ പോസിറ്റീവായ രീതിയിൽ തന്നെ അവരോട് പെരുമാറാനും അവരെ സമീപിക്കാനും സാധിക്കുന്നതിലൂടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തത് പറഞ്ഞത് വരുന്ന ഓരോ പേഷ്യൻസിനും എല്ലാ രീതിയിലും മികച്ച ഒരു പരിചരണം കൊടുക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ സപ്പോർട്ടീവ് സർവീസുകളും തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഏകോപനത്തോടു കൂടി പ്രവർത്തിച്ചാൽ മതിയാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഭരണത്തിലൂടെയും നല്ലൊരു ഓർഗനൈസേഷൻ ഘടനയിലൂടെയും നല്ല നയങ്ങളിലൂടെയും നല്ല നടപടിക്രമങ്ങളിലൂടെയും അത്തരത്തിലുള്ള ഒരു കോർഡിനേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള എല്ലാ രീതിയിലുമുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു പരിചരണം നൽകാൻ ശ്രമിക്കുകയും ചെയ്യുക. അതുപോലെ അവിടുത്തെ ഓരോ സ്റ്റാഫുകൾക്കും അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അവരുടെ അധികാരം എന്താണ് മുതലായ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയും ഉണ്ടായിരിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഭാഗം. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യാട്ടാ. കംപ്ലീറ്റ് ആയി, ക്ലിയർ ആണല്ലോ. അടുത്തതാണ് ഇപ്പൊ നമ്മുടെ ഓപ്പറേറ്റീവ് മെത്തേഡ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമ്മൾ അടുത്തത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിലേക്കാണ് കേട്ടോ കിടക്കുന്നത്. ആശയവിനിമയ രീതികൾ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഫസ്റ്റ് പോയിന്റ് ആണ് to make available suitable information to the patients, their relatives and visitors. ഇവിടെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ആശയവിനിമയത്തിലൂടെയുള്ള നല്ലൊരു ബന്ധം, നമുക്ക് നല്ല ആശയവിനിമയത്തിലൂടെയും നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം to make available suitable information to the patients, their relatives and visitors. പേഷ്യൻസിനും അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കും സന്ദർശകർക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള അവർക്ക് അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ലഭ്യമാക്കുക എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത് a provision to listen to oral complaints instead of compelling on written ones. ഇപ്പൊ നമ്മൾ അറിയാം, ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് പല കാര്യങ്ങളിലും ചിലപ്പോ പരാതികൾ ഉണ്ടാവാം, ശരിയല്ലേ? ചില ആളുകൾ നിങ്ങൾ കംപ്ലൈന്റുകൾ കൊടുത്തിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലില് ഒരിക്കലും പ്രൊവിഷൻ ഓഫ് ലിസൺ ടു ഓറൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പലിംഗ് ഓൺ റിട്ടൺ വൺസ്, രേഖാമൂലമുള്ള പരാതികൾക്ക് മാത്രമേ സ്വീകരിക്കൂ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രേഖാമൂലമുള്ള പരാതികൾ നിർബന്ധമാക്കുന്നതിന് പകരം ഓറലിയുള്ള അല്ലെങ്കിൽ വാക്കാലുള്ള പരാതികളും കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ലിസൺ ടു പ്രൊവിഷൻ ടു ലിസൺ ടു ഓറൽ കംപ്ലൈന്റ്, അല്ലാതെ നിങ്ങൾ രേഖാമൂലം മാത്രം തന്ന പരാതികൾ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ, അല്ലാതെ വാക്കാ പറയുന്ന പരാതികളൊന്നും ഞങ്ങൾ ഇവിടെ മുഖവിലേക്കെടുക്കില്ല എന്ന് നിർബന്ധമാക്കുകയല്ല വേണ്ടേ. മറിച്ച് രേഖാമൂലമുള്ള പരാതികൾ മാത്രമല്ല വാക്കാലുള്ള പരാതികളും കൂടി കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. മൂന്നാമത്തത് സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്. ഇപ്പൊ പേഷ്യൻസ് ചോദിക്കുന്നതാവാം, റിലേറ്റീവ്സോ വിസിറ്റേഴ്സോ ആരാണോ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾക്കുള്ള വേഗത്തിലുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകുക. Then provision of suggestion box at suitable place. കണ്ടിട്ടുണ്ടോ സജഷൻ ബോക്സുകള്? ഹോസ്പിറ്റലില് സജഷൻ ബോക്സുകൾ വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ സജഷൻ ബോക്സുകൾ അനുയോജ്യമായിട്ടുള്ള ഇടങ്ങളിൽ സ്ഥാപിക്കുക. അടുത്തത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഷോസ്, എക്സിബിഷൻ ആൻഡ് ഹോസ്പിറ്റൽ ബ്രോഷേഴ്സ് എന്നാണ് കേട്ടോ. ആർ ടു ബി
എക്സിബിറ്റഡ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കാണിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ സർവീസുകളെ കാണിക്കുന്ന രീതിയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് നടത്തുക. അതിൽ ഫിലിം ഷോസ് നടത്താം, എക്സിബിഷൻസ് നടത്താം, ഡോക്യുമെന്ററീസ് വെക്കാം, ഹോസ്പിറ്റൽ ബ്രോഷറുകൾ മുതലായവയൊക്കെ പ്രദർശിപ്പിക്കുക. ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡുകളാണ് കേട്ടോ. അടുത്തത് സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, housewives and members of women's organization and religious leader can conduct hospital tour. അതുപോലെ തന്നെ സ്കൂൾ ടീച്ചേഴ്സിനോ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകൾക്കോ വുമൺ ഓർഗനൈസേഷനിലെ അംഗങ്ങൾക്കോ റിലീജിയസ് ലീഡേഴ്സ് മത നേതാക്കൾക്കോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ടൂർ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും വിസിറ്റ് ആണ് അല്ലെ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ടൂർസ് അല്ലെങ്കിൽ വിസിറ്റുകൾ എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് എന്താണ് ഹോസ്പിറ്റലിൽ നേരിട്ട് ചെല്ലാനും അവിടെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെടാനും സാധിക്കും. ശരിയല്ലേ? അതുപോലെ തന്നെ to hold an annual hospital day or open day house where public can be shown every aspect of the hospital operation that include some of the highly technical function. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ അവിടെ ഓപ്പൺ ഡേ ഹൗസുകൾ നടത്താറില്ലേ? നടത്താറുണ്ടോ? പോവാറുണ്ടോ? ആരാണ്? എന്താണ് ഇവിടെ അമ്മമാരായിട്ടുള്ള ആരുമില്ലേ? ഒന്ന് രണ്ട് പേരാണല്ലോ റിപ്ലൈ ചെയ്തുള്ളൂ. ഓപ്പൺ ഡേ ഹൗസുകൾ നടത്താറുണ്ടോ സ്കൂളില്? ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഓപ്പൺ ഡേ ഹൗസുകൾ നടത്തുന്നത്? എന്തിനാണ് ഓപ്പൺ ഡേ ഹൗസുകൾ നടത്തുന്നത്? സ്കൂളിൽ എന്തിനാ ഓപ്പൺ ഡേ ഹൗസ് നടത്തുന്നത്? പോവാറുള്ള അമ്മമാരാണല്ലോ. ഒന്ന് പറഞ്ഞേ, എന്തിനു വേണ്ടിയാണ്? ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടല്ലോ അല്ലെ? ഇതാണ് ഒരു റിപ്ലൈയില്ലാതെ. വെറുതെ പോകുന്നതാണോ? വെറുതെ നമ്മളെ കാണാൻ വേണ്ടി വിളിപ്പിക്കുന്നതാണോ? ആണോ? എന്തിനാണ് ഓപ്പൺ ഡേ ഹൗസ് നടത്തുന്നത്? അതിന്റെ ഉദ്ദേശം എന്താ? കുട്ടികളുടെ പഠന നിലവാരം അറിയാം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഒരു ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറയുമ്പോ പഠന നിലവാരം അറിയാൻ പറ്റും. നമുക്ക് ടീച്ചേഴ്സിനെ നേരിൽ കാണാൻ പറ്റും അല്ലെ? അവരെ പഠിപ്പിക്കുന്ന ഏതൊരു ടീച്ചറെ ആണെങ്കിലും നമുക്ക് നേരിൽ കാണാനോ അവിടുത്തെ സ്റ്റാഫ് എങ്ങനെയാണ്, ആ സ്കൂളിന്റെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, അവിടുത്തെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയല്ലേ നമ്മൾ ഒരു ഓപ്പൺ ഹൗസുകൾ വെക്കുന്നത് അല്ലേ? അതെ, ടീച്ചേഴ്സുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താം. നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രസ് എങ്ങനെയാണ്, അവരുടെ പഠന നിലവാരം എങ്ങനെയാണ്, അത് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ ടീച്ചേഴ്സ് നമ്മുടെ കുട്ടികളെ എടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ അവർക്ക് അത് ശരിയാണ്. ഒരു ഇന്ററാക്ഷൻസ് നമുക്ക് ഇന്ററാക്ഷൻസ് നടത്താൻ പറ്റും. നേരിട്ട് അവിടുത്തെ പല കാര്യങ്ങളും കണ്ട് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റും അല്ലെ? അതെ, നമുക്ക് സജഷൻസ് പറയാം. അപ്പൊ ഇത്തരത്തില് അതേ രീതിയിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കേ. ഹോസ്പിറ്റൽ ഒരു ആനുവൽ ഹോസ്പിറ്റൽ ഡേയോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഡേ ഹൗസോ നടത്തുന്നു. അപ്പൊ അവിടെ എന്ത് കണ്ട് മനസ്സിലാക്കാനായിരിക്കും നമ്മളെ വിളിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ ചെല്ലാൻ പറ്റുക? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് അല്ലെ? ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങള് എവറി ആസ്പെക്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ. ഹോസ്പിറ്റലിലെ ഏതൊരു വശത്തെയും എല്ലാ വശങ്ങളിലെയും ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദാറ്റ് ഇൻക്ലൂഡ് സം ഓഫ് ഹൈലി ടെക്നിക്കൽ ഫംഗ്ഷൻ, വളരെ ഉയർന്ന നിലവാരത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാനും ബോധ്യപ്പെടുത്താനും അല്ലെങ്കിൽ നേരിട്ട് കണ്ടത് വിലയിരുത്താനും മനസ്സിലാക്കാനും ഒക്കെ ഒരു അവസരമാണ് ഈ ഒരു ഓപ്പൺ ഡേ ഹൗസുകൾ അല്ലെങ്കിൽ ആനുവൽ ഹോസ്പിറ്റൽ ഡേയ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതിലൂടെ പബ്ലിക്കിന് കിട്ടുന്നത്. അപ്പൊ ആ ഒരു പബ്ലിക്കുമായിട്ട് ഒരു ഇന്ററാക്ഷൻ കൂട്ടാൻ അത് സഹായിക്കുന്നില്ലേ? ഉണ്ടോ? സഹായിക്കുന്നില്ലേ? നമുക്ക് മുമ്പൊക്കെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ പല സ്ഥലങ്ങളിലേക്കും നല്ല പല കാര്യങ്ങളും നമുക്ക് അറിയാത്തതുണ്ടാവും. പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഹോസ്പിറ്റലുകളാണെങ്കിൽ നമുക്ക് അവിടെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഒരു അവസരം ആ ഹോസ്പിറ്റലിൽ തന്നെ തരാണ്. അപ്പൊ പബ്ലിക്കിന് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ ഹോസ്പിറ്റലുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ആ ഹോസ്പിറ്റലിനോടുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കില്ലേ? സാധിക്കും അല്ലെ? അതുപോലെ തന്നെ യൂസിങ് മാസ് മീഡിയ വുഡ് ബി ഹെൽപ്ഫുൾ ടു ഇംപ്രൂവ് പബ്ലിക് റിലേഷൻ. അതുപോലെ തന്നെ മാസ് മീഡിയാസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്
ഒരുപാട് മാസ് മീഡിയ അല്ലെ, മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ടി വി ആയിക്കോട്ടെ, റേഡിയോസ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് മാസ് മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പബ്ലിക് റിലേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ടു മേക്ക് അവൈലബിൾ സ്യൂട്ടബിൾ ഇൻഫർമേഷൻ ടു ദ പേഷ്യന്റ്, their relatives and visitors. പോവാം. ഓക്കെ, ശരി ശരി. കെ ജിയിലാണോ? കെ ജി സെക്ഷൻ ആണോ പഠിപ്പിക്കുന്നത്? ഓക്കെ, അപ്പൊ ഇപ്പൊ സ്കൂളിൽ ഇരുന്നുകൊണ്ടാണോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? സ്കൂളിൽ ഇരുന്നുകൊണ്ടാണോ? അത് ഇപ്പൊ ലീവാണോ? ഓക്കെ, ഇപ്പൊ നോക്കാം കേട്ടോ. അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളില് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? പേഷ്യൻസിനായിക്കോട്ടെ, അവരുടെ റിലേറ്റീവ്സിനായിക്കോട്ടെ, വിസിറ്റേഴ്സിനായിക്കോട്ടെ അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, ലഭ്യമാക്കി നൽകുക. രണ്ടാമത്തത് പ്രൊവിഷൻ ടു ലിസൺ ടു ഓറൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പറിംഗ് ഓൺ റിട്ടൺ വൺസ്. രേഖാമൂലമുള്ള പരാതികൾ മാത്രം എന്ന് നിർബന്ധം വെക്കാതെ വാക്കാലുള്ള പരാതികൾ കൂടി കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. അതുപോലെ തന്നെ സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകുക. അതുപോലെ പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് ഇൻ സ്യൂട്ടബിൾ പ്ലേസസ്, അനുയോജ്യമായ ഇടങ്ങളിൽ സജഷൻ ബോക്സുകൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ഥാപിക്കുക. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ്, അതായത് ഫിലിം ഷോസോ എക്സിബിഷൻസോ ഹോസ്പിറ്റൽ ബ്രോഷേഴ്സോ മുതലായവയൊക്കെ പ്രദർശിപ്പിക്കുക. അതുപോലെ സ്കൂൾ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഹൗസ് വൈഫ്സോ മെമ്പേഴ്സ് ഓഫ് വുമൺ ഓർഗനൈസേഷൻ മെമ്പേഴ്സിനോ റിലീജിയസ് ലീഡേഴ്സിനൊക്കെ ഹോസ്പിറ്റൽ ടൂറുകൾ കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആനിമൽ ഹോസ്പിറ്റലിലെയോ ഓപ്പൺ ഡേ ഹൗസുകൾ പോലെയുള്ളവ പബ്ലിക്കിന് വേണ്ടി നടത്തുകയും അതിലൂടെ ആ ഹോസ്പിറ്റലിന്റെ വളരെ സങ്കീർണമായിട്ടുള്ള ടെക്നിക്കൽ ഫങ്ഷൻസ് വരെയും ആ ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലെയും എല്ലാ പ്രവർത്തനങ്ങളും പബ്ലിക്കിന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ നൽകുക. അതുപോലെ യൂസിങ് മാസ് മീഡിയ വുഡ് ബി ഹെൽപ് ടു ഇംപ്രൂവ് പബ്ലിക് റിലേഷൻ. മാസ് മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് പബ്ലിക് റിലേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, അതിനുശേഷം നമുക്കത് ടീച്ചറായിട്ട് പറയുന്നുണ്ട് കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മള് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് തന്നെയാണ് കേട്ടോ പറയുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളേ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? മിസ് ഇവിടെ ഓൾറെഡി എല്ലാം ചെയ്തിട്ടുണ്ട്, സ്ക്രീൻ ഒന്നും കൂടി വലുതാക്കിയിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് ക്ലിയർ അല്ല എങ്കിൽ ഒന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്ന് സൂം ചെയ്യാം കേട്ടോ. ഇതിൽ ഓരോ ബോക്സ് വൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ബോക്സ് ആണ് മിസ് വായിക്കുക. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഏതെങ്കിലും വേർഡ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെന്റൻസിലോ ഒക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ആവാത്തതൊക്കെ ഉണ്ടെങ്കിൽ വായിക്കുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റില് ക്ലിയർ ആവാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ശരി, ഓക്കെ. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താണ്? ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നാണ് കേട്ടോ പറയുന്നത്. ദിസ് മെത്തേഡ് എംപ്ലോയ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓൾ പോസിബിൾ ഫോംസ് ടു എനേബിൾ ദ ഹോസ്പിറ്റൽ ടു കൺവേ ഇറ്റ്സ് മെസ്സേജ് ടു ദ പബ്ലിക്. അതായത്
കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ദിസ് മെത്തേഡ് എംപ്ലോയ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓൾ പോസിബിൾ ഫോംസ് ടു എനേബിൾ ദ ഹോസ്പിറ്റൽ ടു കൺവേ ഇറ്റ്സ് മെസ്സേജസ് ടു ദ പബ്ലിക്. എന്നുവെച്ചാൽ എന്താണ്? ആശുപത്രി അല്ലെങ്കിൽ ആശുപത്രി അതിന്റെ സന്ദേശങ്ങൾ. ഇപ്പൊ ആശുപത്രിക്ക് അവരൊരു പുതിയ സർവീസ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു ഡോക്ടർ ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഇത്തരം കാര്യങ്ങള്, അത്തരത്തിലുള്ള മെസ്സേജസ് ഒക്കെ പബ്ലിക്കിലേക്ക് അറിയിക്കണ്ടേ? അല്ലെ? പബ്ലിക്കിലേക്ക് അറിയിക്കണ്ടേ? എന്നാലല്ലേ നമുക്ക് പേഷ്യൻസിനെ കിട്ടുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെ ഇത്തരത്തിൽ ആശുപത്രി നൽകേണ്ട, അല്ലെങ്കിൽ ആശുപത്രിക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കേണ്ട മെസ്സേജസ് അല്ലെങ്കിൽ സന്ദേശങ്ങള് അത് നല്ല രീതിയിൽ, അതായത് ആശുപത്രി അതിന്റെ സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ രീതികളും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? ഒരു ആശുപത്രിക്ക് അവരുടെ സന്ദേശങ്ങൾ, ആശുപത്രിക്ക് പബ്ലിക്കിനോട് എന്തൊക്കെ മെസ്സേജസ് ആണോ കൺവേ ചെയ്യേണ്ടത്, അത്തരത്തിൽ ആശുപത്രിക്ക് അവരുടെ സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ രീതികളും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? അവിടെ കമ്മ്യൂണിക്കേഷൻ ആണ് പ്രധാനം, അല്ലെ? അപ്പൊ അതിനുവേണ്ടി അവർ എന്തൊക്കെ കാര്യങ്ങൾ, അവരുടെ ആ ഒരു ആശുപത്രിയുടെ മെസ്സേജസ് പബ്ലിക്കിലേക്ക് എത്താൻ വേണ്ടി അവർ എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ആശയവിനിമയ രീതികൾ ഉപയോഗിച്ചിട്ടുണ്ടോ, ആ ആശയവിനിമയ രീതികൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. Then അതും ചോദിക്കാറുണ്ട് കേട്ടോ. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Dash method employ means of communication in all possible forms to enable the hospital to convey its messages to the public. പബ്ലിക്കിലേക്ക് ആ ആശുപത്രിയുടെ സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള വിവിധ തരത്തിലുള്ള സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ രീതികളും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. Then some of these are also intermixed with the intramural functions of the hospital and operative method. ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുമ്പോൾ അതില് പല കാര്യങ്ങളും അത് ഒരു ഇടകലർന്നാണ് ഇരിക്കുന്നത്. അതായത് intramural functions. Intramural എന്ന് പറഞ്ഞാല് within the hospital setup. ഫംഗ്ഷൻ ഓഫ് ദ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന, വിത്തിൻ ദ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ആൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഓപ്പറേറ്റീവ് മെത്തേഡ്. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളാവാം, ഹോസ്പിറ്റലിലെ മറ്റു രീതി, ഹോസ്പിറ്റലിനുള്ളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാവാം, ഹോസ്പിറ്റലിന് പുറമേ നടത്തുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റു പ്രവർത്തനങ്ങളാവാം. അങ്ങനെ എല്ലാ കാര്യങ്ങളെയും ഇടകലർത്തിക്കൊണ്ട് നമുക്ക് ആളുകളിലേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു ആശയവിനിമയ രീതിയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് അതർ ഡീൽ വിത്ത് മീഡിയ. അതുപോലെ തന്നെ നമുക്ക് മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ടും മാസ് മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ നടത്താവുന്നതാണ്. അപ്പൊ അതിൽ ആ ഫസ്റ്റ് സെന്റൻസ് എപ്പോഴും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചോദിക്കാറുണ്ട്. ഡാഷ് മെത്തേഡ് എംപ്ലോയ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓൾ പോസിബിൾ ഫോംസ് ടു എനേബിൾ ദ ഹോസ്പിറ്റൽ ടു കൺവേ ഇറ്റ്സ് മെസ്സേജസ് ടു ദ പബ്ലിക്. അപ്പൊ ആ ഒരു ബോക്സിൽ ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിൽ മിസ് പറയുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. രണ്ടാമത്തതില് നെക്സ്റ്റ് ബോക്സ് നോക്കിയേ. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഓരോ മെത്തേഡുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാണ്. ഫസ്റ്റ് വൺ ആണ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. താഴെ പറയുന്ന രീതികളിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ ചെയ്യാം. ഒന്നാമത്തേത് പ്രൊവൈഡിംഗ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു പേഷ്യൻസ്, their relatives and visitors. എന്താണ് അവിടെ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അവരുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകരായിക്കോട്ടെ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകുക അല്ലെങ്കിൽ ലഭ്യമാക്കുക. അറ്റ് എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ പുതിയതായിട്ടൊരു ഹോസ്പിറ്റലൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ എൻക്വയറി അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടോ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട് അല്ലെ. അപ്പൊ അവര് നമുക്ക് എന്ത് ചെയ്യണം? വിവരങ്ങൾ കൃത്യമായിട്ട് ലഭ്യമാക്കി തരണം. ശരിയല്ലേ? അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓൺ പേഷ്യൻസ് ഡിസ്ചാർജ് റിഗാർഡിംഗ് ഹിസ് ഓർ ഹെർ ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഫോളോ. അതുപോലെ തന്നെ പേഷ്യൻസിനെ ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ നിർദ്ദേശങ്ങളൊക്കെ അവർ തരാറില്ലേ ഹോസ്പിറ്റലുകാര്? ആ പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസിനെ കുറിച്ചും നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും ഒക്കെ തരാറുണ്ടോ?
തരാറുണ്ട് അല്ലെ. നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് തരാറുള്ള, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് തരാറുള്ള കാര്യമാണ്. ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിംഗ് ഫിസിഷ്യൻ ക്യാൻ സെർവ് ദിസ് പർപ്പസ് വെൽ. എപ്പോഴും ഒരു ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ്, അവർ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മുതലായതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരാനായിട്ട് നല്ല ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും ആര് തന്നെയാണ്? അവരെ അറ്റൻഡ് ചെയ്ത ഫിസിഷ്യൻ ആണ് അല്ലെ. അവരെ നോക്കുന്ന, അവരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഫിസിഷ്യൻ ആണ് അത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക അല്ലെ. ആ ഡോക്ടർ തരുമ്പോഴാണ്, ഡോക്ടറാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ പറഞ്ഞു തരാനും നമുക്ക് അതിനുള്ള ഒരു ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു അറ്റൻഡ് ചെയ്ത ഡോക്ടർക്കായിരിക്കും അല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കും. അവരുടെ അഭാവത്തിലാണ് മറ്റുള്ള അസിസ്റ്റന്റ് നഴ്സോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോ ഇത്തരത്തില് പേഷ്യൻസിനോ അവരുടെ റിലേറ്റീവ്സിനോ വിസിറ്റേഴ്സിനോ അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭ്യമാക്കുക എന്നതിലൂടെ, അത്തരത്തിലുള്ള ഒരു ആശയവിനിമയത്തിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവിടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എൻക്വയറീസോ അന്വേഷണങ്ങളോ കാര്യങ്ങളോ ആവാം, അല്ലെങ്കിൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫോളോ അപ്പുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതാവാം. ഇത്തരത്തിലൂടെയൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പബ്ലിക്കുമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആ 2 ബോക്സ് വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, an open house approach to the visitors without interfering in the routine medical care function. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ഓപ്പൺ ഹൗസ് അപ്രോച്ച്. അപ്പൊ അത്തരത്തിലൊരു ഓപ്പൺ ഹൗസ് അപ്രോച്ച് വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്ക് കൊണ്ടുവരുന്നതിലൂടെയും നല്ലൊരു പബ്ലിക് റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് വിത്തൗട്ട് ഇന്റർഫിയറിംഗ് ഇൻ ദ റൊട്ടീൻ മെഡിക്കൽ കെയർ ഫംഗ്ഷൻ. ഹോസ്പിറ്റലിൽ ദിവസേന ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ. സോ ഹോസ്പിറ്റലിലെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പരിചരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ ഓപ്പൺ ഡേ ഹൗസുകള് പോലെയുള്ള സമീപനങ്ങൾ കൊണ്ടുവരുന്നതിലൂടെയും നമുക്ക് വിസിറ്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു എ പേഷ്യന്റ് കനോട്ട് ബി അവോയ്ഡഡ് ഇൻ എ പെക്യുലർ സോഷ്യോ കൾച്ചറൽ എത്തോസ്. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ബന്ധപ്പെട്ട നമുക്ക് ഏറ്റവും പരിചയമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ കണ്ടുപരിചയമുള്ളവരായിരിക്കും. അവരൊന്ന് ഹോസ്പിറ്റലിലാണ്, അഡ്മിറ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ കാണാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. എത്രയും വേഗം നമുക്ക് അവരെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് നമ്മൾ കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് പോകും, ശരിയല്ലേ? പോറില്ലേ? അപ്പൊ അത്തരത്തില് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന വിസിറ്റേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാടല്ലേ. ഹോസ്പിറ്റലിലേക്ക് വരുന്ന വിസിറ്റേഴ്സിന്റെ എണ്ണം ഒരുപാടാണ്. അതിനെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനേ പറ്റുള്ളൂ. വരരുത് എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിലക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ മാറ്റാൻ പറ്റുമോ? ആ ഒരു കൾച്ചർ നമ്മുടെ സൊസൈറ്റിയുടെ കൾച്ചറാണത് അല്ലെ. നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി, ആ ഒരു കൾച്ചറിലാണ് നമ്മൾ വളർന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു കൾച്ചർ നമ്മുടെ സൊസൈറ്റിയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൂർണ്ണമായിട്ടൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷേ ആ വരുന്ന നമ്പർ ഓഫ് വിസിറ്റേഴ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും, പറ്റില്ലേ? അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ എന്താ ചെയ്യാ? ഹോസ്പിറ്റലുകാര് വിസിറ്റിംഗ് ടൈമുകൾ വെക്കും അല്ലെ. വിസിറ്റിംഗ് ടൈമുകൾ വെക്കും, വിസിറ്റേഴ്സിനുള്ള വിസിറ്റിംഗ് ടൈം വെക്കാറില്ലേ? അതൊരു നിയന്ത്രണമാണ് ശരിക്കും. അതല്ലെങ്കിലോ 24 hours വിസിറ്റേഴ്സ് വന്നും പോയോണ്ടിരിക്കും. അത് ആ പേഷ്യൻസിന് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന് ഒരുപാട് ആളുകളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ ബുദ്ധിമുട്ട് വരുന്ന കാര്യമാണ് അല്ലെ.
അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വിസിറ്റിംഗ് അവേഴ്സ് വെക്കുന്നത് ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ രാവിലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കാം, ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും അല്ലെ. അല്ലാത്ത സമയത്ത് വിസിറ്റേഴ്സ് വരണമെങ്കിൽ പാസുകൾ അനുവദിച്ചിട്ടാണ് അല്ലെ, വിസിറ്റേഴ്സിനുള്ള പാസ് ഇഷ്യൂ ചെയ്തിട്ടാണ് കയറാൻ പറ്റുള്ളൂ. അതും വളരെ പരിമിതമായിട്ട് 1-2 പേർക്ക് മാത്രം കയറാവുന്ന രീതിയിലായിരിക്കും. അതെ, ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഇത്തരത്തില് നമ്മുടെ ആ ഒരു ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ്, പേഷ്യൻസിനെ കാണാൻ വരുന്ന ഒരു ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല, നിയന്ത്രിക്കാനേ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ സോഷ്യൽ കൾച്ചറൽ ഇത്തോസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു കൾച്ചർ അങ്ങനെയായിരുന്നു. അതേസമയം അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ വിസിറ്റിംഗ് അവേഴ്സിൽ നമ്മുടെ ആ ഒരു പേഷ്യൻസ് അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ the queries of relatives and visitors can be satisfied if a doctor or senior nurse conversant with the ward is made available in the ward during visiting hours for this purpose. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോഴാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലും, നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോയതാട്ടോ, പോയി കഴിഞ്ഞ് നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടറോ അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന നഴ്സോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മൾ ആ പേഷ്യന്റിന്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ടോ? എങ്ങനെയുണ്ട് ഡോക്ടറെ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് നഴ്സേ, സിസ്റ്ററെ, ഈ ഒരു പേഷ്യന്റിന് എങ്ങനെയുണ്ട്, ബെറ്റർ ആയോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ വേറെ എവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യണോ, ചോദിക്കും അല്ലെ. നമുക്ക് പ്രിയപ്പെട്ട ആളുകളാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. സോ ഇത്തരത്തില് ഈ വിസിറ്റിംഗ് അവേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന വിസിറ്റേഴ്സോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾക്ക്, അവർ ചോദിക്കുന്ന ക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾക്ക് സംതൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കണ്ടേ? അല്ലാതെ നഴ്സ് എനിക്ക് അറിയില്ല എന്നാണോ പറയണ്ടേ, അല്ലെങ്കിൽ ഡോക്ടർ എനിക്ക് അറിയില്ല എന്നാണോ പറയണ്ടേ? അല്ല, തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി അവർക്ക് കൊടുക്കണം അല്ലെ. അതിനു വേണ്ടി അത് ആർക്കാണ് തൃപ്തികരമായിട്ടുള്ള അത്തരത്തിൽ മറുപടി കൃത്യമായിട്ട് പറയാൻ പറ്റുക? അവരെ നോക്കുന്ന ഡോക്ടറിനും അവരെ കൈകാര്യം ചെയ്യുന്ന നഴ്സിനുമായിരിക്കും അല്ലെ, ആയിരിക്കും. അപ്പൊ ഇത്തരത്തില് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് തൃപ്തികരമായിട്ട് ആ ഒരു റിലേറ്റീവ്സിന്റെ ആയിക്കോട്ടെ, വിസിറ്റേഴ്സിന്റെ ആയിക്കോട്ടെ, അവരന്വേഷിക്കുന്ന ആ ഒരു ചോദ്യം അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അവര് ചോദിക്കുന്ന എന്തൊരു അന്വേഷണങ്ങളാണ് അവർ അന്വേഷിക്കുന്നതെങ്കിലോ അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കാനും അവരെ തൃപ്തികരമായിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ആൻസർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വിസിറ്റിംഗ് അവേഴ്സില് ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർ അല്ലെങ്കിൽ സീനിയർ നഴ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. മനസ്സിലായോ ഇത്? Then administration rounds by hospital administrators at different levels, however they should be as informal as possible. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ റൗണ്ട്സുകൾ നടത്തും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റൗണ്ട്സുകൾ നടത്തുന്നതും ഡിഫറെന്റ് ലെവൽസ് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ റൗണ്ട്സുകൾ നടത്തുമ്പോഴും they should be as informal as possible. പേഷ്യൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവരൊരു ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ ഒരു വളരെ എന്താണ് ഇൻഫോർമൽ ആയിട്ട് ഒരു അനൗപചാരികമായിട്ടുള്ള രീതിയിൽ വളരെ കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവിടെ പേഷ്യൻസിനോടാണെങ്കിലും മറ്റാളുകളോടാണെങ്കിലും പെരുമാറാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇവിടെ ഒരു ഓപ്പൺ ഹൗസ് അപ്രോച്ച് നമുക്ക് നടത്താം വിത്തൗട്ട് ഇന്റർഫിയറിംഗ് ഇൻ ദ റൊട്ടീൻ മെഡിക്കൽ കെയർ ഫംഗ്ഷൻസ്. ഹോസ്പിറ്റലിലെ ദിവസേനയുള്ള ദൈനംദിന പരിചരണ നടപടിക്രമങ്ങളോ പ്രവർത്തനങ്ങളോ ഒന്നും ബാധിക്കാതെ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള സെന്ററുകൾക്കുള്ള ഓപ്പൺ ഡേ ഹൗസുകൾ പോലെയുള്ള സമീപനങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, അതിലൊരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പബ്ലിക് റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഒരു നിയന്ത്രണം വെച്ചുകൊണ്ട് വിസിറ്റിംഗ് അവേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കയറ്റാനും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള മറുപടികൾ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മറുപടികൾ കൊടുക്കുന്നതിന് വേണ്ടി ഈ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ആ ഒരു വിസിറ്റിംഗ് അവേഴ്സിൽ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ഡോക്ടറെയോ അല്ലെങ്കിൽ സീനിയർ നഴ്സിനെയോ അവിടെ എപ്പോഴും അവൈലബിൾ ആക്കി നിർത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് റൗണ്ട്സിന് വരുന്ന സമയത്ത് വളരെ ഇൻഫോർമൽ ആയിട്ട് അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് എല്ലാവരോടും പെരുമാറുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെയും നല്ലൊരു പബ്ലിക് റിലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? തേർഡ് വൺ ആണ് സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ്. നിങ്ങൾ ആ ഒരു പിക്ചർ കണ്ടു കാണും. ഇങ്ങനെയുള്ള നെയിം ബോർഡുകൾ അല്ലെങ്കിൽ സൈൻ ബോർഡുകൾ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ? കണ്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സൈൻ ബോർഡുകൾ അല്ലെങ്കിൽ നെയിം ബോർഡ്സ് ഒക്കെ ഉള്ളത്? എന്തിനാ? പ്രധാനമായിട്ടും ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസ് ഏരിയയിലൊക്കെ ആയിരിക്കും അല്ലെ? അതെ. നമുക്ക് ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾ ഇപ്പൊ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഫ്ലോർ പ്ലാനുകളൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ, കണ്ടിട്ടുണ്ട് അത്. ഇപ്പൊ ഒന്നിലധികം നിലകളുള്ള ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഫ്ലോർ പ്ലാനുകൾ ഉണ്ടാവും. ഓരോ ഫ്ലോറിലും മെയിൻ എൻട്രൻസ് ഏരിയയിലൊക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പൊ നമ്മുടെ മോൾസിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഇന്ന ഏരിയയിലേക്ക്, ഗ്രൗണ്ട് ഫ്ലോറിൽ ഇന്ന ഏരിയയിലേക്ക് പോയാൽ എന്തൊക്കെയാണ്? ഇപ്പൊ മെഡിക്കൽ കോളേജുകളിലൊക്കെ ചെന്നാല് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ പ്രത്യേകമായിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇന്ന ഏരിയയിലേക്ക് പോവാ, ആരോമാർക്ക് ഇത് കാണിച്ചിട്ടുണ്ടാവും. ഇന്ന ഏരിയയിലേക്ക് പോവാണെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്, ഇന്ന ഏരിയയിലേക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റുകൾ. സെക്കൻഡ് ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോറിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്, സെക്കൻഡ് ഫ്ലോറിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത് എന്ന രീതിയിലുള്ള ഫ്ലോർ പ്ലാനുകൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ മറ്റ് ഇപ്പൊ വാർഡുമായി ബന്ധപ്പെട്ടോ റൂമുകളുമായി ബന്ധപ്പെട്ടോ ഇപ്പൊ റൂമുകൾക്ക് നമ്പറുകൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ നിങ്ങൾ അത് രണ്ടാമത്തെ ആ ഒരു ബോക്സ് നിങ്ങൾ കണ്ടു കാണും, ഹോസ്പിറ്റലൊക്കെ കണ്ടു കാണും. ഇപ്പൊ വാർഡിന്റെ മുൻപായിട്ടാണെങ്കിൽ, വാർഡിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ടാണെങ്കിൽ അവിടെ ഒരു വൈറ്റ് ബോർഡ് ഉണ്ടാവും, കണ്ടിട്ടുണ്ടോ അത്? അതിന് ഓരോ ബെഡിലെയും പേഷ്യൻസിന്റെ പേരും അഡ്രസ്സും എഴുതിയിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങളത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ വാർഡുമായി, റൂംസുമായി ബന്ധപ്പെട്ട് താഴെ നമ്മുടെ ആ ഒരു റിസപ്ഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു ഇതുണ്ടാവും. അപ്പൊ അതിൽ ഒരു റൂമിന്റെയും നമ്പർ ഉണ്ടാവും. ആ നമ്പർ ആ റൂമിൽ ആരാണോ ഇപ്പൊ ഓക്യുപ്പൈഡ് ആയിട്ടുള്ളത് അവരുടെ പേരും വയസ്സും അഡ്രസ്സും ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡുകളാണ് സ്ഥാപിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാ? വരുന്ന പേഷ്യൻസ് ആവാം, വിസിറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആവാം, അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും എളുപ്പത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഓരോ റൂമിലേക്ക് ഒരാളെ കാണാൻ വന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ വന്ന വ്യക്തിയാണ്, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റില്ലേ? പറ്റുമോ? ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളില്ലാതെ അല്ലെങ്കിൽ ചോദിച്ചു പറഞ്ഞ് നമ്മൾ കാര്യം ചെയ്യാതെ നമുക്ക് കൃത്യമായിട്ട് ഒരു റൂം ആണെങ്കിൽ അത് ഇന്ന ഫ്ലോറിലാണ്, അപ്പൊ അത് ഈ വഴി പോയാൽ ഇന്ന ഫ്ലോറിലെത്തും, അതിന്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ആണെങ്കിൽ അത് ഇത്രാമത്തെ റൂം ആണ് എന്ന് പറഞ്ഞ് നമുക്ക് വ്യക്തമായിട്ട് അത് ഒരു വ്യക്തിക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും അല്ലെ? അങ്ങനെയുള്ള ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലാക്കി ഇത്തരത്തിലുള്ള ഫ്ലോർ പ്ലാനുകൾ വെക്കുക. നിങ്ങൾക്ക് കണ്ടാണല്ലോ പ്രധാനപ്പെട്ട എൻട്രൻസ് ഏരിയയിലേക്ക് തന്നെയാണ് ഇത് വെക്കുക. ആൻഡ് ഓൾ റൂം ഷുഡ് ബി നമ്പർ, എല്ലാ റൂമുകളും നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ടാവും. ചെയ്യാറില്ലേ? എല്ലാ റൂമുകൾക്കും നമ്പർ ഉണ്ടാവില്ലേ? ഉണ്ടോ? പേഷ്യന്റ് ഇൻഫർമേഷൻ, വിസിറ്റേഴ്സ് ഗൈഡ്, പേഷ്യൻസിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന വിസിറ്റേഴ്സ് ഗൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള വിവരങ്ങളിലൂടെ നമുക്ക് പേഷ്യൻസ് ഏത് റൂമിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എവിടെയാണ് കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റേഡിയോളജി അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഏരിയ ഏതാണ്, അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട ഏരിയ ആണ് ഏതാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും എളുപ്പത്തിൽ വ്യക്തികൾക്ക് അവിടെ എത്തിപ്പെടാനും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എത്തിപ്പെടാനും സാധിക്കുന്നുണ്ട്. അതാണ് സൈനേജ് ആൻഡ് നെയിം ബോർഡുകൾ വഴിയുള്ള സഹായം എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെയും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ നടത്തുന്നത് അവരുമായിട്ട് അല്ലെ? അപ്പൊ വരുന്ന പേഷ്യൻസിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിലൂടെയും നല്ലൊരു പബ്ലിക് റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? പറ്റും അല്ലെ? ദെൻ നെക്സ്റ്റ് വൺ ആണ് കംപ്ലൈന്റ്സ്, കോംപ്ലിമെന്റ്സ് ആൻഡ് സജഷൻസ്. അതായത് a provision to listen to verbal complaints instead of compelling to written ones or emails. The provision of a suggestion box. ഇതിന്റെ നിങ്ങളുടെ ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? ബാക്കി പോയിന്റ്സ് ഇല്ല? മിസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പോലെയാണോ നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്നാണ് ചോദിച്ചത്. ബാക്കി പോയിന്റ്സ് ഇല്ല? ഓക്കെ, അപ്പൊ പറയുന്ന സമയത്ത് ഒരു സെന്റൻസും കൂടി ഉള്ളൂ കേട്ടോ. അത് മിസ് വായിക്കാം, ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. അവിടെ ബാക്കിയെല്ലാം കൃത്യം തന്നെയാണ്. പ്രൊവിഷൻ ടു ലിസൺ ടു വെർബൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻസിസ്റ്റിംഗ് ഓൺ റിട്ടൺ വൺസ് ഓർ ഇമെയിൽസ്. നെക്സ്റ്റ് സെന്റൻസിലാണ് കുറച്ചുള്ളത് കേട്ടോ. പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് പ്ലേസ്. പ്രൊവിഷൻ ഓഫ് എ സജഷൻ ബോക്സ് അറ്റ്
an appropriate place. An appropriate place. അന്ന് എഴുതി ചേർത്തേക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ സജഷൻ ബോക്സുകൾ, അതായത് വെർബൽ കംപ്ലയിൻസ്. ഇപ്പൊ നമ്മളൊരു പേഷ്യന്റോ അല്ലെങ്കിൽ അവിടെ കൂടെയുള്ള ആളുകളോ ആരാണോ വന്ന് പറയാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട്, അവിടെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തോന്നി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ രേഖാമൂലം എഴുതിയാൽ അല്ലെങ്കിൽ ഇമെയിൽസിലൂടെയോ രേഖാമൂലമോ ഞങ്ങൾക്ക് പരാതി തന്നാൽ മാത്രമേ ഞങ്ങൾ അത് അന്വേഷിക്കൂ, അല്ല എങ്കിൽ ഞങ്ങൾ അത് മുഖവിലെടുക്കില്ല എന്ന് അവരോട് പറയണോ? വേണ്ട അല്ലെ? ഒന്നുകൂടെ പറയണോ? രണ്ടാമത്തെ പോയിന്റ് കണ്ടോ? പ്രൊവിഷൻ ഓഫ് എ സജഷൻ ബോക്സ് അറ്റ് വരെ നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ? അതിന്റെ ബാക്കിയാണ് ആൻ അപ്രോപ്രിയേറ്റ് പ്ലേസ്. അറ്റ് കഴിഞ്ഞിട്ട് ആൻ അപ്രോപ്രിയേറ്റ് പ്ലേസ്. അപ്പോ എന്ത് ചെയ്യാം? അവിടെ ഒരിക്കലും അവരോട് വെർബൽ കംപ്ലൈന്റ്സ് കേൾക്കില്ല, അല്ലെങ്കിൽ വാക്കാലുള്ള കംപ്ലൈന്റ്സ് കേൾക്കില്ല. നിങ്ങൾ രേഖാമൂലം എഴുതി തന്നാൽ മാത്രമേ ഞങ്ങൾ കംപ്ലൈന്റ്സ് ചോദിക്കുള്ളൂ അല്ലെങ്കിൽ സ്വീകരിക്കുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലാതെ അവർ വാക്കാൽ പറയുന്ന കംപ്ലൈന്റ്സും കേൾക്കാനും അതിനനുസരിച്ചുള്ള മറുപടികൾ കൊടുക്കാനും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ സജഷൻ ബോക്സുകൾ ആവശ്യമുള്ള പ്രധാനപ്പെട്ട അനുയോജ്യമായ ഇടങ്ങളിൽ സ്ഥാപിക്കുന്നതിലൂടെയും ആളുകൾക്ക് എന്ത് ചെയ്യാം? നിർദ്ദേശങ്ങൾ നൽകാം, അതിൽ നിർദ്ദേശങ്ങൾ എഴുതിയിടാം, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനും ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലൂടെയും നല്ലൊരു പബ്ലിക് റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ വേഗം അത് രണ്ടൊന്ന് വായിച്ചു നോക്കി. സൈനേജ് ആൻഡ് നെയിം ബോർഡ്സും കംപ്ലൈന്റ്സ്, കോംപ്ലിമെന്റ്സ് ആൻഡ് സജഷൻസും. വായിച്ചോ? ക്ലിയർ ആണോ? ആ ശരി. സോ നെക്സ്റ്റ് ബോക്സും അങ്ങനെ തന്നെയല്ലേ? ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെയല്ലേ? ഓക്കെ. അപ്പൊ അതില് ഫസ്റ്റ് നിങ്ങൾ ഹെഡിങ് കൊടുക്കേണ്ടത് ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ്. ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് എന്ന് കൊടുക്കുക കേട്ടോ. ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് എന്ന് ഹെഡിങ് കൊടുക്കാം. അതിന് താഴെയായിട്ട് ഹോസ്പിറ്റൽ ടൂർസ് by groups such as hospital tours by groups such as school teachers and students. അതിന്റെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും തോന്നുന്നു. സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, members of various organizations. ഒന്നുകൂടെ പറയാം കേട്ടോ. ഹെഡിങ് കൊടുക്കേണ്ടത് ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് ഹെഡിങ് കൊടുക്കാം. ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻ ഹെഡിങ് കൊടുക്കാം. അതിന് താഴെ ഹോസ്പിറ്റൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ടാണ് പറയുന്നത് ഹോസ്പിറ്റൽ ടൂർസ് by groups such as school teachers and students, comma, members of various organizations. Organizations ഒക്കെ ഇവിടെ വ്യക്തമായിട്ടുണ്ട് കേട്ടോ. കിട്ടിയോ എല്ലാവർക്കും? ഒന്നുകൂടി പറയണോ? ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് ഹെഡിങ് കൊടുക്കാം. ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് ഹെഡിങ് കൊടുക്കാം. താഴെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം ഹോസ്പിറ്റൽ ടൂർസ് ബൈ ഗ്രൂപ്സ് സച്ച് ആസ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, members of various organizations. Okay.
ടൂൾസ് അല്ല കേട്ടോ, ടൂറ് ഹോസ്പിറ്റൽ ടൂർ ഇല്ലേ, നമ്മൾ ആദ്യം പഠിച്ചില്ലേ ഹോസ്പിറ്റൽ ടൂർ അല്ലെങ്കിൽ വിസിറ്റ്. ഹോസ്പിറ്റൽ ടൂർസ് കേട്ടോ, TOURS. ചൂസോ ക്ലിയറാണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ക്ലിയറായോ? ഓ ഓക്കെ, അതിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട പബ്ലിക് ഇന്ററാക്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റൽ സ്കൂൾ ടീച്ചേഴ്സിനും അവരുടെ അതുപോലെ തന്നെ അവരുടെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് പല ഓർഗനൈസേഷനിലെ അംഗങ്ങൾക്കോ പല ആളുകളുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ റിലീജിയസ് ലീഡേഴ്സിനോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യാം, ടൂറുകൾ കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഹെൽത്ത് ഫെയറുകൾ നടത്തുക, എക്സിബിഷൻ, സ്കൂളുകളുടെ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ അത് ആളുകളിലേക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ സർവീസുകൾ കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ പ്രോഗ്രാംസ് നടത്തുന്നത്, അതൊക്കെ പൊതുജനങ്ങളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ഫെയർസ് നടത്താം, എക്സിബിഷനുകൾ നടത്താം, സ്പെഷ്യൽ ക്ലിനിക്കുകൾ നടത്താം, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകൾ നടത്താം, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാമുകൾ നടത്താം, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാമുകൾ നടത്താം, ഓർഗനൈസർ കരിയർ ഡേ എക്സെട്ര. അപ്പൊ നമ്മുടെ ആ കരിയർ ഡേസ് മുതലായവ ഓർഗനൈസ് ചെയ്യാം. അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസുകൾ നടത്തിക്കൊണ്ട് ആ ഹോസ്പിറ്റലിൽ നടത്തുന്ന സർവീസുകളും കാര്യങ്ങളെയും കുറിച്ചും പബ്ലിക്കിലേക്ക് അറിയിക്കാം. അതുപോലെ തന്നെ ഹോൾഡിംഗ് ഓഫ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഫൗണ്ടേഴ്സ് ഡേ, അങ്ങനെയുള്ള സ്പെഷ്യൽ ഇവന്റുകൾ നടത്താം. ആനുവൽ ഹോസ്പിറ്റൽ ഡേ നടത്താം, ഫൗണ്ടേഴ്സ് ഡേ നടത്താം, സ്പെഷ്യൽ ഇവന്റുകൾ നടത്താം. അതിലൂടെയൊക്കെ hospital is all this help team projecting every aspect of the hospital operation including some of the highly technical function. അപ്പൊ എന്താണ് ആ ഹോസ്പിറ്റലിനെ ഉയർന്ന സാങ്കേതിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വശങ്ങളിലെയും എല്ലാ പ്രവർത്തനങ്ങളെയും ആളുകളിലേക്ക് തുറന്നു കാട്ടാനും ആളുകൾക്ക് അത് മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമാണ് നമ്മൾ ഇതിലൂടെ നൽകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ടൂറുകൾ കണ്ടക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഹെൽത്ത് ഫെയർസോ എക്സിബിഷൻസോ അവയർനെസ് പ്രോഗ്രാമുകളോ കരിയർ ഡേസോ അല്ലെങ്കിൽ ആനുവൽ ഹോസ്പിറ്റൽ ഡേയോ ഫൗണ്ടേഴ്സ് ഡേ മുതലായിട്ടുള്ള സ്പെഷ്യൽ ഇവന്റുകൾ നടത്താം. അതിൽ പബ്ലിക്കിന്റെ ഇന്ററാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലൂടെയൊക്കെ നമുക്ക് പബ്ലിക്കിന്റെ ആ ഒരു ഇന്ററാക്ഷൻസ് കൂട്ടുകയും നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ വരെയും ഇത് മിസ്സെടുക്കുന്നുള്ളൂ. അപ്പൊ അവിടെ വരെയും ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. നെക്സ്റ്റ് ഡേ വരുമ്പോ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണം. ഓക്കെ, താങ്ക് യു.